അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആത്മീയ ഒറ്റമൂലി പറയാം. വെൽക്കം ഓൾ ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. വീട്ടിലെ പൈശാചിക പ്രശ്നം നീങ്ങുവാനും വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുവാനും ഒരു എഫക്റ്റീവായ ടിപ്സ് പറയാം. എല്ലാവർക്കും ഈസിയായി ഇത് ചെയ്യാവുന്നതാണ്. പൈശാചികമായ വിഷമങ്ങൾ കൊണ്ട് നേരെ വിഷമിച്ചു കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്കിടയിൽ ഉണ്ട്. വീട്ടിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ പലവിധ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. വഴക്ക് വക്കാണം വർദ്ധിക്കും. ഉറക്കമില്ലായ്മ വന്നു ചേരും. പേടി സ്വപ്നം, ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കൽ, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും. വീട്ടിൽ സ്വസ്ഥത എന്നത് ഉണ്ടാകില്ല. വീടുകളിൽ നിന്ന് പിശാചിന്റെ സാന്നിധ്യം നീങ്ങിയാൽ ആ വീട്ടുകാരിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും. സന്തോഷവും റാഹത്തും വന്നു ചേരും. സമാധാന അന്തരീക്ഷം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ നിന്ന് പിശാചിനെ തുരത്താൻ, പൈശാചിക ശല്യം നീങ്ങാൻ ഒരു ഖുർആനിക പരിഹാര മാർഗം പറയാം. നാം സാധാരണയായി പുകയ്ക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഒന്നാണ് കുന്തിരിക്കം, സാമ്പ്രാണി, കിരിയാത്ത് അഥവാ നിലവേപ്പ്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് മേൽപ്പറഞ്ഞ വസ്തുക്കൾ. ഇവയുടെ മണങ്ങൾ ഒന്നും പിശാചിന് ഇഷ്ടമല്ല. ഇവ പുകയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് പിശാച്ച് മാറിപ്പോകുന്നതാണ്. പറഞ്ഞു വരുന്നത് കുന്തിരിക്കം, സാമ്പ്രാണി, കിരിയാത്ത് ഇവ മൂന്നും അല്പം വാങ്ങി പൊടിച്ചു കൂട്ടി കലർത്തുക. മൂന്നും നല്ലവണ്ണം പൊടിച്ചു കൂട്ടി കലർത്തുക. ശേഷം ആലിമ്രാൻ സൂറത്തിലെ 154-ാമത്തെ ആയത്ത് 154-ാമത്തെ ആയത്ത് അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم മുതൽ വല്ലാഹു അലീമും ബിദാത്തി സുദൂർ വരെ 21 തവണ ഓതുക. 21 തവണ ഓതുക. ഓരോ തവണ ഓതിക്കഴിയുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മേൽ പറഞ്ഞ പൊടിച്ചു വെച്ചതിൽ മന്ത്രിക്കുക. മന്ത്രിക്കുന്നത് ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. എല്ലാ ദിവസവും മന്ത്രിക്കേണ്ട ആവശ്യം ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മന്ത്രിച്ച പൊടി ഇശാ മഗ്രിബിന്റെ ഇടയിൽ ബാത്റൂം ഒഴിച്ചുള്ള എല്ലാ സ്ഥലത്തും പുകയ്ക്കുക. പുകയ്ക്കേണ്ട രീതികൾ എല്ലാവർക്കും അറിയാമല്ലോ. 21 ദിവസം തുടർച്ചയായി വീട്ടിൽ പുകയ്ക്കുക. പിശാചിന്റെ ശല്യം നീങ്ങിക്കിട്ടും. എല്ലാവരും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.